ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ രാജ്യസഭയിൽ ഇന്നും തുടരും. വിവിധ വിഷയങ്ങളെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. 2040 വൈദ്യുതി ഉൽപാദനം പൂർണ്ണമായും പുനരുപയോഗ മാർഗത്തിലാക്കാനാണ് സംസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടുക്കി പള്ളിവാസൽ വിപുലീകരണ ജലവൈദ്യുത പദ്ധതി മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് ലബനൻ, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്ന് പൌരന്മാരെ മടക്കി അയച്ചതായി ഇന്ത്യൻ എംബസി. സംസ്ഥാനത്ത് പകൽ താപനില വർദ്ധിക്കുന്നു. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മീനമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. പൈങ്കുനി ഉത്രം ഉത്സവം 23-ന് കൊടിയേറും. IPL ക്രിക്കറ്റ് ആദ്യഘട്ട മത്സരക്രമം പുറത്ത്. 28-ന് ബംഗളൂരു ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ രാജ്യസഭയിൽ ഇന്നും തുടരും. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 2026 ധനവിനിയോഗ ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും ലോക്സഭയിൽ നടപടികൾ തടസ്സപ്പെട്ടു. 12 മണിവരെ നിർത്തിവെച്ച ലോക്സഭയിൽ നടപടികൾ പുനരാരംഭിച്ചു. രാജ്യസഭയിലും നടപടികൾ പുരോഗമിക്കുന്നു. ദണ്ഡിയാത്രാ വാർഷിക ദിനമായ ഇന്ന് മഹാത്മാഗാന്ധിക്കും ധീര സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. 1930 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദണ്ഡി സത്യാഗ്രഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ നിർണായക സംഭവമാണെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ അനുസ്മരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് ലബനൻ, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്ന് പൌരന്മാരെ മടക്കി അയച്ചതായി ഇന്ത്യൻ എംബസി. ബെയ്റൂത്തിൽ നിന്നുള്ള 177 ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടുന്ന ആദ്യ സംഘവും ഖത്തറിൽ നിന്നുള്ള 500-ലധികം ഇന്ത്യക്കാരും ഇന്ത്യയിലേക്ക് മടങ്ങിയതായി ഖത്തറിലെയും ലബനനിലെയും ഇന്ത്യൻ എംബസികൾ അറിയിച്ചു. അതേസമയം ഇസ്രായേലും ഹിസ്ബുള്ളയും രൂക്ഷമായി ഏറ്റുമുട്ടുന്ന ലബനനിൽ UN സമാധാന സേനാംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. സമാധാന സേനാംഗങ്ങൾ ഒരു തരത്തിലുമുള്ള ആക്രമണത്തിനോ ഭീഷണിക്കോ ഇരയാകരുതെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇന്ത്യയടക്കം 30 രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. 2040 വൈദ്യുതി ഉൽപാദനം പൂർണ്ണമായും പുനരുപയോഗ സാധ്യതയുള്ള സ്രോതസ്സുകളെ ആശ്രയിച്ചായിരിക്കണം എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടുക്കി പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ കമ്മീഷനിങ്ങും ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സുവർണ ജൂബിലി ആഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടെ വൈദ്യുതി മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനായെന്ന് അദ്ദേഹം പറഞ്ഞു. KSEB ലാഭത്തിലേക്ക് നീങ്ങുകയാണ്. ട്രാൻസ്ഗ്രിഡ് പദ്ധതി വഴി സംസ്ഥാനത്ത് നിലവാരമുള്ള വൈദ്യുതി ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആദിവാസി ഉന്നതികളിലെല്ലാം വൈദ്യുതി എത്തിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. 43 നഗറുകളുടെ വൈദ്യുതീകരണം ഗ്രിഡ് മുഖേന നടപ്പിലാക്കിയിട്ടുണ്ട്. 40 നഗറുകളുടേത് ഹൈബ്രിഡ് മാതൃകയിലും നടപ്പാക്കുകയാണ്. വൈദ്യുതി ക്വാളിറ്റി പവറായിരിക്കണം. എപ്പോഴും അതിന്റെ ക്വാളിറ്റി നിലനിർത്താനാവണം. 440 kV സബ്സ്റ്റേഷൻ 1 നടപ്പായി കഴിഞ്ഞു. 13 220 kV സബ്സ്റ്റേഷൻ, 52 110 kV സബ്സ്റ്റേഷൻ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 20,000-ലധികം ട്രാൻസ്ഫോമറുകൾ, 33 ലക്ഷം പുതിയ സർവീസ് കണക്ഷനുകൾ, ഇതെല്ലാം ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ മറൈൻ ഇക്കോ സിറ്റി പദ്ധതിയുടെ ശിലാസ്ഥാപനം ഇന്ന് വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കൊച്ചി ബോൾഗാട്ടി പാലസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K രാജൻ അധ്യക്ഷനാകും. 3 ഘട്ടങ്ങളിലായി 3,394 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് പകൽ താപനില വർദ്ധിക്കുന്നു. ഇതോടൊപ്പം അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിലെ UV ഇൻഡെക്സ് കണക്കനുസരിച്ചാണ് ജാഗ്രതാ മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഫ്ളാഗ് ഓഫ് ചെയ്ത പാലക്കാട് പൊള്ളാച്ചി മെമു സർവീസ് ഇന്നു മുതൽ പതിവ് സർവീസ് ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഒലവക്കോട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വൈകിട്ട് 7 മണിക്കാണ് ട്രെയിൻ പുറപ്പെടുക. പാലക്കാട് ടൗൺ, പുതുനഗരം, കൊല്ലങ്കോട്, മുതലമട, മീനാക്ഷിപുരം, ആനമല റോഡ് എന്നീ സ്റ്റോപ്പുകളിൽ നിർത്തി രാത്രി 9:10-ന് പൊള്ളാച്ചിയിൽ എത്തും. അടുത്ത ദിവസം പുലർച്ചെ 5:15-നാണ് പൊള്ളാച്ചിയിൽ നിന്ന് സർവീസ് ആരംഭിക്കുക. 7:10-ന് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തും. പാലക്കാട് പൊള്ളാച്ചി സർവീസ് തിങ്കളും ചൊവ്വയും, പൊള്ളാച്ചി പാലക്കാട് സർവീസ് ചൊവ്വയും ബുധനും ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ് നടത്തുക. മീനമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19-ന് അടയ്ക്കുന്ന നട പൈങ്കുനി ഉത്രം ഉത്സവത്തിനായി 22-ന് വീണ്ടും തുറക്കും.
23-നാണ് പൈങ്കുനി ഉത്രം ഉത്സവം കൊടിയേറുന്നത്. ഏപ്രിൽ 1-ന് പമ്പയിൽ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ പേര് ചേർക്കാം. ആകാശവാണി പത്തനംതിട്ട ജില്ലാ മുൻ പ്രതിനിധിയും ജീവൻ TV റിപ്പോർട്ടറുമായിരുന്ന ബിജി വർഗീസ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് നൂറനാട് പാടന്തിലം സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദേശീയതല ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിന് തുടക്കമായി. ISRO സീനിയർ സയന്റിസ്റ്റ് C. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ദ സ്പെക്ട്രം ഓഫ് ടെക്നോളജി ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ ടെക്നിക്കൽ മത്സരങ്ങൾ, സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, വിവിധ പ്രദർശനങ്ങൾ, സൂപ്പർ ബൈക്കുകളുടെ പ്രദർശനം, കലാപരിപാടികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം സൗജന്യമാണ്. കോളേജിലെ അത്യാധുനിക ലാബുകളും വിവിധ സ്ഥാപനങ്ങളും സന്ദർശിക്കാനുള്ള അവസരവുമുണ്ട്. 15ഓളം ചിത്രങ്ങളുടെ പ്രദർശനം നടക്കും. ആകെ 2.5 ലക്ഷം രൂപയുടെ സമ്മാനത്തുകയാണ് നൽകുന്നത്. മേള നാളെ സമാപിക്കും. IPL ക്രിക്കറ്റ് ആദ്യഘട്ടത്തിന്റെ ഷെഡ്യൂൾ BCCI പ്രഖ്യാപിച്ചു. ഈ മാസം 28-ന് ബംഗളൂരുവിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഏപ്രിൽ 12 വരെയാണ് മത്സരം. ആദ്യഘട്ടത്തിൽ 10 വേദികളിലായി ആകെ 20 മത്സരങ്ങൾ നടക്കും. ഡൽഹിയിലെ ഇന്ത്യ-ഇസ്രായേൽ സംയുക്ത പ്രതിരോധ കേന്ദ്രത്തിൽ വൻ തീപിടുത്തമുണ്ടായെന്ന തരത്തിലുള്ള പ്രചാരണം തള്ളി കേന്ദ്ര സർക്കാർ. വാർത്ത വ്യാജമാണെന്നും ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് മുതിർന്ന CPM നേതാവ് G. സുധാകരൻ. ആരുടെയും പിന്തുണയോടെയല്ല മത്സരിക്കുന്നതെന്നും പ്രതിപക്ഷ പാർട്ടികളുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും ശ്രീ സുധാകരൻ മാധ്യമങ്ങളെ അറിയിച്ചു. ബാലനടനായിരുന്ന ഹരിമുരളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ അന്നൂരിലെ വീടിനുള്ളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 27 വയസ്സായിരുന്നു. രസികൻ, അണ്ണൻ തമ്പി, മാടമ്പി തുടങ്ങിയ 50ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് കൊണ്ടോട്ടിക്കടുത്ത് മൊറയൂരിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. കാർ യാത്രക്കാരായ പാലക്കാട് സ്വദേശികളായ ബാസില, സക്കീന, ഷിയാസ് എന്നിവരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന മറ്റ് 2 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമിച്ച സംഭവത്തിൽ ജയിലിൽ കഴിയുകയായിരുന്ന KSU പ്രവർത്തകർക്ക് ജാമ്യം. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെയാണ് ജാമ്യം. KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർക്കാണ് ജാമ്യം അനുവദിച്ചത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭാര്യ നൽകിയ തുടരന്വേഷണ ഹർജിയിൽ വിധി പറയുന്നത് വീണ്ടും മാറ്റി. തലശ്ശേരി കോടതി ഈ മാസം 16-ലേക്കാണ് മാറ്റിയത്. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാകുമെന്ന ജല അതോറിറ്റിയുടെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. ടാങ്കറുകളിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സോളാർ ഗൂഢാലോചന കേസിൽ വിചാരണ നിർത്തിവെക്കണമെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഹർജി കൊട്ടാരക്കര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. ഏപ്രിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വിചാരണ മാറ്റിവെക്കണമെന്നതായിരുന്നു കേസിൽ 2ാം പ്രതിയായ ഗണേഷ് കുമാറിന്റെ ഹർജി. വിചാരണ ഈ മാസം 30-ന് പുനരാരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നാട്ടിക മണ്ഡലത്തിൽ BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സഹമന്ത്രിയും പാർട്ടി നേതാവുമായ സുരേഷ് ഗോപി തുടക്കം കുറിച്ചു. പാർട്ടി ചിഹ്നം വരച്ചുകൊണ്ടാണ് ഔദ്യോഗികമായി പ്രചാരണ പരിപാടികൾക്ക് അദ്ദേഹം തുടക്കമിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ രാജ്യസഭയിൽ ഇന്നും തുടരും. വിവിധ വിഷയങ്ങളെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. 2040ഓടെ വൈദ്യുതി ഉൽപാദനം പൂർണ്ണമായും പുനരുപയോഗ മാർഗത്തിലാക്കാനാണ് സംസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടുക്കി പള്ളിവാസൽ വിപുലീകരണ ജലവൈദ്യുത പദ്ധതി മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് ലെബനൻ, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്ന് പൌരന്മാരെ മടക്കി അയച്ചതായി ഇന്ത്യൻ എംബസി. സംസ്ഥാനത്ത് പകൽ താപനില വർദ്ധിക്കുന്നു. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മീനമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. പൈങ്കുനി ഉത്രം ഉത്സവം 23-ന് കൊടിയേറും. IPL ക്രിക്കറ്റ് ആദ്യഘട്ട മത്സരക്രമം പുറത്ത്. 28-ന് ബംഗളൂരു ഹൈദരാബാദ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.